ഇതിലെ വിശിഷ്ട അതിഥികൾ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഒരു ആകസ്മിക വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമുക്ക് നോക്കിയാൽ അത് അവിടെ എത്തും, എവിടെ എത്തും എന്നതിനെ കുറിച്ചുള്ള തർക്കം നമുക്കുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു വ്യക്തിത്വം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ നമുക്ക് സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണ്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഇതുപോലെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടി മനുഷ്യന്റെ വികാര വിചാരങ്ങളോടൊപ്പം യോജിച്ച് നാടിന്റെ ശബ്ദവും നാടിന്റെ വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്റെ ഇടവും നട്ടലും കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. എനിക്കറിയാം, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാനൊരു MP ആയി ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ MP-യുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ വരെ സമുചിതമായി അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച നടത്തി എല്ലാ ആളുകളുടെയും സംശയങ്ങൾ ദൂരീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പെരുമാറ്റം ഭയങ്കരമായ ഒരു ആകർഷണീയമായ ഒന്നാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ പറയും, നമ്മൾ തമ്മിൽ പറയും, എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് അദ്ദേഹം കേൾക്കാൻ മനസ്സ് കാണിക്കും. ഒരു തവണ നമ്മൾ ഉയർത്തിയ ഒരു വിഷയം അന്ന് അത് ശരിയല്ല എന്ന രീതിയിലേക്ക് ഒരു വിഭാഗം ആളുകൾ അവിടെ തർക്കം ഉന്നയിച്ചപ്പോ ഞാനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പിടി ആളുകളും അതിനെതിരായി തർക്കിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ തർക്കമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് നമ്മുടെ വിവേചന ശക്തിയാണ്. ആ വിവേചന ശക്തി ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ സാധിച്ചാൽ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് പ്രായോഗികമായ ഒരു ചിന്താഗതി ഉയർത്തിയെടുക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനും പോകാനും സാധിച്ച നമ്മുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം സൃഷ്ടിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നു, ജനമനസ്സിന്റെ അകത്ത് നമ്മുടെ നേതാക്കന്മാരുടെ മനസ്സെന്താ? ആ ജനമനസ്സ് നിങ്ങൾ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമോ? അപ്പോ അതുകൊണ്ട് ശരിയും തെറ്റും വേർതിരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വക്താക്കളായി നമുക്ക് അവസരത്തിനൊത്തും മാറണം. ആ മാറ്റമാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത് എന്നാണ് എന്റെ പക്ഷം. വളരെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ വളരെ പക്വതയുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് അദ്ദേഹം ഇതിനെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ധരിക്കും ഇദ്ദേഹം വലിയ നേതാവല്ലേ, വലിയ മന്ത്രിയല്ലേ, ഇപ്പൊ നമ്മളെ മുമ്പിലൊക്കെ ഇയാൾ ചൂടായിട്ടൊക്കെ സംസാരിക്കില്ല, ഒന്നുമില്ല. നമ്മൾക്ക് എന്ത് തെറ്റുപറ്റിയാലും ആ തെറ്റുപറ്റിയത് അദ്ദേഹം സ്വയം സ്വീകരിച്ചത് തിരുത്തി നമ്മോടൊപ്പം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നല്ല വലിയ വിശാല മനസ്സിന്റെ ഉടമസ്ഥനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ എന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയപരമായ നേട്ടമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇവിടെ അദ്ദേഹത്തെ എല്ലാ ആളുകളും
സംസാരിക്കുമ്പോൾ നന്നായി തൂക്കി പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു സംസാരം ഇവിടെ വന്നപ്പോ നമ്മുടെയൊക്കെ മുൻപിൽ കടന്നുപോയത് ഒരു വലിയ ജീവിതമാണ്, ഒരു വലിയ ജീവിതാനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാവാം. ഒരാളോടും വിദ്വേഷം കാണിക്കാതെ, ഒരാളെയും വെറുപ്പിക്കാതെ, ഒരു ജനസമൂഹത്തെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടാൻ സാധിച്ച മൻമോഹൻ സിംഗ് ഈ പറയുന്ന ഒരു ഘടകവും അദ്ദേഹത്തിന് ഒരു ബാധകമല്ല. അതുകൊണ്ട് തന്നെ ആ വലിയ മനുഷ്യന്റെ വലിയ മനസ്സിന്റെ മുൻപിൽ നമുക്കെല്ലാം നമ്രശിരസ്കരായി അദ്ദേഹത്തിന്റെ വലിമയെ, അദ്ദേഹത്തിന്റെ ഉദാത്തമായ മനസ്സിനെ നെഞ്ചിലേറ്റി ഈ നാടിന്റെ നാളത്തെ പൈതൃകം അദ്ദേഹത്തിന്റെ പൈതൃകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു തീരുമാനം നമുക്ക് ഗുണകരമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ ആളുകളും ഇവിടെ ചർച്ച ചെയ്തത് ഒരേ വിഷയമാണ്, ഒരേ സബ്ജക്റ്റാണ്, ഒരേ വ്യക്തിത്വമാണ്. അതെല്ലാ ആളുകൾക്കും ഒരുമിച്ച് പറയാൻ സാധിച്ചത് തന്നെ വളരെ വലിയ ഒരു കാര്യമായി ഞാൻ ഇതിനെ നോക്കിക്കാണുന്നു. എല്ലാ ആളുകൾക്കും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം ചെന്നൈ. ബഹുമാന്യ അധ്യക്ഷൻ, ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർക്ക്, വേദിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ, സഹോദരി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒറ്റ വാചകത്തിൽ എങ്ങനെ നിർവചിക്കാമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, രാഷ്ട്രീയം മാന്യന്മാരുടെ ഇടപാടാണ് എന്ന് കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും തെളിയിച്ച സമീപകാല ഇന്ത്യയിലെ അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നതാണ് എനിക്ക് നൽകാനുള്ളൊരു മറുപടി. കാരണം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിർത്താൻ അദ്ദേഹം പ്രകടിപ്പിച്ച വൈഭവം അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും തന്റെ വാചാലമായിട്ട് മൗനം കൊണ്ട് അല്ലെങ്കിൽ ആറ്റിക്കുറുക്കിയ വാക്കുകൾ കൊണ്ട്